വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത പുറത്തുവരുന്നു. പത്മ പുരസ്കാര പ്രഖ്യാപനത്തിൽ കേരളത്തിന് അഭിമാന നേട്ടങ്ങൾ. കേരളം കണ്ട എക്കാലത്തെയും മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് VS അച്യുതാനന്ദന് മരണാനന്തര ബഹുമതിയായി പത്മവിഭൂഷൺ പുരസ്കാരം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മലയാളികൾക്ക് ഏറ്റവും സന്തോഷമുള്ള മറ്റൊരു വാർത്ത, മലയാളത്തിന്റെ പ്രിയ നടൻ മമ്മൂട്ടിക്ക് പത്മഭൂഷൺ. എത്രയെത്രയോ തവണ മമ്മൂട്ടിക്ക് പത്മഭൂഷൺ ഉണ്ടെന്ന സൂചനകൾ വരികയും പക്ഷേ അവസാനം പുരസ്കാര പ്രഖ്യാപനം വരുമ്പോൾ അത് ഉണ്ടാകാതെ പോവുകയുമാണ് പതിവ്. നേരത്തെ 98-ൽ മമ്മൂട്ടി പത്മശ്രീ നേടിയിരുന്നു. ഇതാ 2026-ൽ മമ്മൂട്ടിക്ക് പത്മഭൂഷൺ പുരസ്കാരം. വെള്ളാപ്പള്ളി നടേശനും പത്മഭൂഷൺ പുരസ്കാരമുണ്ട്. ജസ്റ്റിസ് KT തോമസ് ആണ് പത്മഭൂഷൺ നേടിയിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട വ്യക്തിത്വം. അങ്ങനെ വളരെ വ്യത്യസ്തമായ, ഒരുപക്ഷെ മമ്മൂട്ടി, VS, വെള്ളാപ്പള്ളി നടേശൻ എന്നിങ്ങനെ മലയാളത്തിന് അഭിമാനമാകുന്ന, കേരളത്തിന് അഭിമാനമാകുന്ന തരത്തിലാണ് ഇത്തവണത്തെ പത്മ പുരസ്കാര പ്രഖ്യാപനം പട്ടിക പുറത്തു വരുന്നത്. കിരൺ ബാബു വിവരങ്ങളുമായി. കിരൺ, VSന് പത്മവിഭൂഷൺ, മമ്മൂട്ടിക്ക് പത്മഭൂഷൺ, വെള്ളാപ്പള്ളിക്ക് പത്മഭൂഷൺ, അങ്ങനെ വ്യത്യസ്തമായ ഒരു പുരസ്കാര പട്ടിക എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ? അതുതന്നെയാണ് മലയാളത്തെ സംബന്ധിച്ച് ഏറെ അഭിമാനിക്കാൻ വക നൽകുന്ന ഒരു പുരസ്കാര പട്ടികയാണ് ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്നത്. കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രിയും കേരളത്തിലെ ജനകീയ നേതാവുമായിരുന്ന VS അച്യുതാനന്ദന് പത്മവിഭൂഷൺ നൽകി ആദരിക്കാൻ രാജ്യം തീരുമാനിച്ചിരിക്കുന്നു. മലയാളത്തിൻ്റെ പ്രിയങ്കരനായ അഭിമാനമായ നടൻ മമ്മൂട്ടിക്ക് പത്മഭൂഷൺ നൽകിയും ആദരിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ SNDP യൂണിയൻ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും പത്മഭൂഷൺ അവാർഡ് നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിക്കുന്നു. KT തോമസ്, P നാരായണൻ എന്നിവർക്കും വിഭൂഷൺ നൽകിയാണ് രാജ്യം ആദരിക്കുന്നത്. കലാമണ്ഡലം വിമല മേനോന് പത്മശ്രീ അവാർഡാണ് നൽകിയിരിക്കുന്നത്. കൊല്ലക്കൽ ദേവകി അമ്മയ്ക്കും പത്മശ്രീ അവാർഡാണ്. ആലപ്പുഴ മുതുകുളം സ്വദേശിനിയാണ്, പ്രകൃതി സ്നേഹിയാണ്. മുൻ മുഖ്യമന്ത്രി ഷിബു സോറനും പത്മഭൂഷൺ നൽകിയിട്ടുണ്ട്. മരണാനന്തര ബഹുമതിയായിട്ടാണ് നൽകിയിരിക്കുന്നത്. നടൻ ധർമ്മേന്ദ്രയ്ക്കും മരണാനന്തര ബഹുമതിയായി പത്മവിഭൂഷൺ നൽകിയിട്ടുണ്ട്. 5 പേർക്കാണ് പത്മവിഭൂഷൺ പുരസ്കാരം ഇക്കുറി നൽകുന്നത്. 13 പേർക്കാണ് പത്മഭൂഷൺ ബഹുമതി നൽകുന്നത്. 113 പേർക്കാണ് പത്മശ്രീ ബഹുമതി നൽകിയിരിക്കുന്നത്. എന്തായാലും റിപ്പബ്ലിക് ദിനത്തിൻ്റെ തലേന്നാണ് പത്മ അവാർഡുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആ പത്മ അവാർഡുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ലിസ്റ്റാണ്. കേരളത്തെ സംബന്ധിച്ച് അഭിമാനിക്കാൻ വകയുള്ള ലിസ്റ്റ് തന്നെയാണ് ഇത്. ജസ്റ്റിസ് KT തോമസിന് പൊതുജീവിതത്തിലെ അദ്ദേഹത്തിൻ്റെ സംഭാവനയ്ക്കാണ് അദ്ദേഹത്തിന് പത്മശ്രീ അവാർഡ് നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ശ്രീ P നാരായണനാണ്. സാഹിത്യവും വിദ്യാഭ്യാസ രംഗത്തെ പ്രവർത്തനത്തിനാണ് അദ്ദേഹത്തിന് പത്മഭൂഷൺ അവാർഡ് നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ VS അച്യുതാനന്ദനും മരണാനന്തര ബഹുമതിയായി പുരസ്കാരം നൽകിയിരിക്കുന്നു, പത്മവിഭൂഷൺ നൽകിയിരിക്കുന്നു. കേരളത്തിൽ നിന്ന് VS അച്യുതാനന്ദൻ, എഴുത്തുകാരൻ P നാരായണൻ, അതോടൊപ്പം തന്നെ ജസ്റ്റിസ് KT തോമസ് എന്നിവർക്കാണ് പത്മവിഭൂഷൺ ബഹുമതികൾ നൽകിയിരിക്കുന്നത്. ആകെ 5 പേർക്കാണ് പത്മവിഭൂഷൺ ബഹുമതി ഉള്ളത്. പത്മഭൂഷൺ ബഹുമതി 13 പേർക്കാണുള്ളത്. കേരളത്തിൽ നിന്ന് പത്മഭൂഷൺ ബഹുമതി ഉള്ളത് മമ്മൂട്ടിക്കാണ് പത്മഭൂഷൺ ബഹുമതി ഉള്ളത്. അതോടൊപ്പം തന്നെ കേരളത്തിൽ നിന്ന് വെള്ളാപ്പള്ളി നടേശനും പത്മഭൂഷൺ ബഹുമതിയുണ്ട്. മറ്റൊന്ന് പത്മശ്രീ ബഹുമതിയാണ്. പത്മശ്രീ ശ്രീ AE മുത്തുനായകത്തിന് കേരളത്തിൽ നിന്നുള്ള പ്രതിനിധിയാണ്. AE മുത്തുനായകന് ശാസ്ത്രരംഗത്തെയും സാങ്കേതിക രംഗത്തെയും മികവിനാണ് അദ്ദേഹത്തിന് പത്മശ്രീ അവാർഡ് നൽകിയിരിക്കുന്നത്. മറ്റൊരു പേര് കേരളത്തിൽ നിന്നുള്ളത് 113 പേർക്ക് പത്മശ്രീ അവാർഡുണ്ട്. പത്മവിഭൂഷൺ അവാർഡിൻ്റെ പട്ടികയിലാണ് 5 പേർക്ക് നൽകിയ പട്ടികയിലും പത്മഭൂഷൺ അവാർഡ് പട്ടികയിലുമാണ് കൂടുതൽ കേരളത്തിൽ നിന്ന് ആളുകളുള്ളത്. കലാമണ്ഡലം വിമല മേനോന് കലാരംഗത്ത് നൽകിയ സംഭാവനയുടെ പേരിൽ കേരളത്തിൽ നിന്ന് പത്മശ്രീ അവാർഡിന് കലാമണ്ഡലം വിമല മേനോനെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കൊല്ലക്കൽ ദേവകിയമ്മ ആലപ്പുഴ മുതുകുളം സ്വദേശിനിയാണ്. 5 ഏക്കറോളം വരുന്ന വനം വെച്ച് വളർത്തുകയും പ്രകൃതി സ്നേഹത്തിനുമൊക്കെ സോഷ്യൽ വർക്കിന് മുൻനിർത്തിയാണ് അവർക്ക് പത്മശ്രീ ബഹുമതി നൽകിയിരിക്കുന്നത്. ആദ്യത്തെ പേര് ധർമ്മേന്ദ്ര സിംഗ് ഡിയോൾ എന്ന് കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവാതെ പോവണ്ട, അത് ധർമ്മേന്ദ്രയാണ്. ധർമ്മേന്ദ്രയ്ക്കും അതെ, അതും വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. മരണാനന്തര ബഹുമതിയായി പത്മവിഭൂഷൺ നൽകിയിരിക്കുന്നത് 5 പേർക്കാണ്. ഒന്ന് വിശ്രുത നടനായിരിക്കുന്ന ധർമ്മേന്ദ്രയ്ക്കാണ്. ധർമ്മേന്ദ്രയ്ക്ക് കലാരംഗത്തെ സംഭാവനയുടെ പേരിലാണ് പത്മവിഭൂഷൺ എന്ന് പറയുന്ന രാജ്യത്തെ പത്മ അവാർഡുകൾ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പത്മവിഭൂഷൺ നൽകി രാജ്യം ആദരിച്ചിരിക്കുന്നത്. മറ്റൊന്ന് KT തോമസിനാണ്. അദ്ദേഹത്തിൻ്റെ പൊതുജീവിതത്തിലെ സംഭാവനയിടയ്ക്കാണ് അദ്ദേഹത്തിന് പത്മവിഭൂഷൺ നൽകിയിരിക്കുന്നത്. അതും മരണാനന്തര ബഹുമതിയാണ്. മറ്റൊന്ന്
പി നാരായണനാണ് കേരളത്തിൽ നിന്ന് സാഹിത്യത്തിലും വിദ്യാഭ്യാസ രംഗത്തും പി നാരായണൻ നൽകിയ സംഭാവനയുടെ പേരിലാണ് അദ്ദേഹത്തിന് പത്മവിഭൂഷൺ നൽകിയിരിക്കുന്നത്. മറ്റൊന്ന് വി എസ് അച്യുതാനന്ദനാണ്. വി എസ് അച്യുതാനന്ദന് മരണാനന്തര ബഹുമതിയായി കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രിയും കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ അനിഷേധ്യനായ നേതാവും ജനകീയ നേതാവുമൊക്കെയായ വി എസ് അച്യുതാനന്ദന് മരണാനന്തര ബഹുമതിയായി പത്മവിഭൂഷൺ നൽകിയിരിക്കുന്നു. മുമ്പും ഒരിക്കൽ വി എസ് അച്യുതാനന്ദന് പത്മവിഭൂഷൺ ബഹുമതി നൽകും എന്ന തരത്തിലുള്ള സൂചനകളുണ്ടായിരുന്നു. പക്ഷേ അന്ന് പത്മവിഭൂഷൺ ബഹുമതി അദ്ദേഹത്തിന് ലഭിച്ചിരുന്നില്ല. പത്മശ്രീ ബഹുമതി 113 പേർക്കാണ് പത്മശ്രീ ബഹുമതി ഉള്ളത്. പത്മശ്രീ ബഹുമതിയുള്ള കേരളത്തിൽ നിന്ന് ശാസ്ത്ര സാങ്കേതിക രംഗത്തെ മികവിന് മുത്തുനായകത്തിന് പത്മശ്രീ ബഹുമതിയുണ്ട്. മറ്റൊന്ന് കേരളത്തിൽ നിന്ന് ഈ ബഹുമതിക്ക് അർഹനായിരിക്കുന്ന മറ്റൊരാൾ പട്ടികയിൽ 62ാമത്തെ പേരുകാരിയായ കലാമണ്ഡലം വിമല മേനോനാണ്.